ഇതിന്റെയൊക്കെ തുടക്കം ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യാണെന്ന് ആർക്കും മനസ്സിലാവാത്ത വിധം പ്രാക്ടീസ് ചെയ്ത് യജമാനന്മാരെ കബളിപ്പിച്ച ആഫ്രിക്കൻ അടിമകളുടെ ബ്രില്യൻസ് ആണ്. സാധാരണ റെസ്ലിംഗിനും ബോക്സിങ്ങിനൊക്കെ കാണുന്ന കോർട്ടോ റിങ്ങോ ഇല്ലാതെ ആളുകൾ വട്ടത്തിൽ നിന്നിട്ടാണ് ഇതിന്റെ പ്രാക്ടീസ് അവർ നടത്തിയിരുന്നത്. ഈ നിൽക്കുന്നവർ തന്നെ ഒച്ചത്തിൽ പാട്ടും പാടുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നുണ്ട്. ഇതിന്റെ നടുവിൽ ഈ ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യുന്നവര് ഓരോ ഡാൻസ് മൂവ്മെന്റിനോട് സാമ്യം തോന്നുന്ന രൂപത്തിലാണ് ഓരോ ഫൈറ്റിംഗ് മൂവ്മെന്റ്സും ചെയ്തുകൊണ്ടിരുന്നത്. പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പേര് ഡാൻസ് കളിക്കുന്നുണ്ട്, ചുറ്റും നിന്ന് ആളുകൾ പാട്ട് പാടുന്നുണ്ട്, പിന്നെ മ്യൂസിക് വായിക്കുന്നുണ്ട്. ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രസീലിലായതുകൊണ്ടും അവിടുത്തെ ട്രഡീഷനുമായിട്ട് ഇവരുടെ ഈ ഒരു മൂവ്മെന്റ്സും മ്യൂസിക് എല്ലാം കൂടെ ഇടയ്ക്ക് ചേർന്നിട്ടാണ് കാപ്പോവേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് അവിടെ ഫോം ചെയ്യുന്നത്. കുറെ കാലം കഴിഞ്ഞ് അടിമത്തം അവസാനിച്ചു. അതോടെ ഭൂരിഭാഗം കാപ്പോവേരൻസും ഇതിന് വയലൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി. പൊളിറ്റീഷ്യൻസും ഇതിനൊക്കെ മുതലെടുത്ത് ഗുണ്ടാസംഘങ്ങളൊക്കെ നിർമ്മിച്ചു. ഇതോടെ നാട്ടിലെ ക്രമസമാധാനം നശിച്ചു. അങ്ങനെ ബ്രസീൽ ഗവൺമെന്റ് കാപ്പോവേര എന്നുള്ള ഒരു മാർഷൽ ആർട്സിനെ പ്രാക്ടീസ് ചെയ്യുന്നതിനെ ഒരു ക്രിമിനൽ കുറ്റാക്കി ചുമത്തി. അപ്പോഴും ഇതിനൊരു ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടു നടന്നിരുന്ന ആഫ്രിക്കൻസിന് ഇത് അണ്ടർഗ്രൗണ്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ അടുത്ത ജനറേഷന് ഈ കാപ്പോവേര അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിംബ അതിനെ ഓർഗനൈസ് ചെയ്ത് അതിന്റെ ടീച്ചിങ്ങിന് ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നത്. കാപ്പോവേരയിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസും അതിന്റെ എത്തിക്സ് എല്ലാം ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ കുട്ടികളിലൂടെ കാപ്പോവേരയെ കുറിച്ച് സ്കൂളുകളിൽ എത്തി തുടങ്ങിയത്. കൂടുതൽ കുട്ടികൾ കാപ്പോവേര പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ ബ്രസീൽ ഗവൺമെന്റ് ഇതിനെ ക്രൈം ലിസ്റ്റിൽ നിന്ന് മാറ്റി. ഐക്യരാഷ്ട്രസഭ വരെ ഇതിനെ ഒരു ടോപ്പ് കൾച്ചറൽ ഐഡന്റിറ്റി ആക്കി മാറ്റിയതോടുകൂടെ ഇതൊരു പോപ്പുലർ മാർഷൽ ആർട്സ് ആയിട്ട് മാറി. കാപ്പോവേരയിലെ ഫേമസ് ആയിട്ടുള്ള സീബ്ര കിക്ക് തലക്കൊരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് ബോധം കിടല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോർട്സ് സ്റ്റോറീസ് കാണാൻ ഫോളോ മീ.